ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ തന്നെയാണ്. അതായത് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പോൾ ഓട്ടോയിൽ കയറിയിട്ടൊക്കെ നമുക്ക് ചേഞ്ചിന് ആവശ്യം വരും അല്ലേ. ഇപ്പോൾ ഒരു 500 രൂപ 1000 രൂപ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചേഞ്ചിന് ആവശ്യം വരും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, 500 രൂപക്ക് ചേഞ്ച് ഉണ്ടോ? 500 രൂപക്ക് ചേഞ്ച് ഉണ്ടോ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാനായിട്ട് പറ്റും? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 500 രൂപക്ക് ചേഞ്ച് ഉണ്ടോ എന്നാണ് അല്ലേ. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, ഒരു ചേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഈസ് ദർ എന്നാണല്ലേ. അപ്പം 500 രൂപക്ക് ചേഞ്ച് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഈസ് ദർ ചേഞ്ച് ഫോർ 500 റുപ്പീസ്. ഈസ് ദർ ചേഞ്ച് ഫോർ 500 റുപ്പീസ്. 500 രൂപക്ക് ചേഞ്ച് ഉണ്ടോ? ഒരു വണ്ടിയിൽ കയറിയാൽ നമുക്ക് യൂസ്ഫുൾ ആകും, അതുപോലെ ഒരു ഷോപ്പിൽ പോയാൽ യൂസ്ഫുൾ ആകും. പുറത്ത് എവിടെയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയാൽ പോലും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചേഞ്ചിൻ്റെ ആവശ്യം വരും. ഓക്കെ, ഈസ് ദർ ചേഞ്ച് ഫോർ 500 റുപ്പീസ്. അത് 1000 ആണെങ്കിൽ 1000 പറയാം, 2000 ആണെങ്കിൽ അങ്ങനെ പറയാം. അത് നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ്, എൻ്റെ കയ്യിൽ 1000 രൂപയാണ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 1000 രൂപയാണുള്ളത് എന്നെങ്ങനെ പറയുക? ഇപ്പം നമ്മൾ ചേഞ്ച് ചോദിച്ചത് നമ്മോടാണെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും പറയുക. നമ്മുടെ അടുത്ത് ചേഞ്ച് ഉണ്ടായില്ലല്ലോ, അപ്പം നമ്മൾ എന്താ പറയാറ്? എൻ്റെ കയ്യിൽ 1000 രൂപയാണ്, അതായത് 1000 രൂപയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്താണ് പറയേണ്ടത്? 1000 രൂപയാണ്, ഈ ക്യാഷ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈസോ ആറോ ഒന്നല്ല യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ആ കാശ് നമ്മളെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാവ് എന്ന് യൂസ് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ 1000 രൂപയാണ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് 1000 റുപ്പീസ് ഇൻ മൈ ഹാൻഡ്. എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഹാവ് 1000 റുപ്പീസ് ഇൻ മൈ ഹാൻഡ്. ഐ ഹാവ് 1000 റുപ്പീസ് ഇൻ മൈ ഹാൻഡ്. എൻ്റെ കയ്യിൽ 1000 രൂപയാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പം നമ്മോട് ചേഞ്ച് ചോദിച്ച ആൾക്ക് ഒരു 100 രൂപയാണ് ആവശ്യം. ആ സമയത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്കൊരു 100 രൂപ തരുമോ? എനിക്കൊരു 100 രൂപ തരാമോ? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. 50 ആണെങ്കിൽ 50 പറയാം, 10 ആണെങ്കിൽ 10 പറയാം, അത് നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. എനിക്കൊരു 100 രൂപ തരാമോ അല്ലെങ്കിൽ എനിക്കൊരു 100 രൂപ തരുമോ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ് അല്ലേ, ചോദിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയുക? എനിക്കൊരു 100 രൂപ തരാമോ എങ്ങനെ പറയുക? അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ക്യാൻ ആണ്. ക്യാൻ യു ഗിവ് മീ? ക്യാൻ യു ഗിവ് മീ 100 റുപ്പീസ്? ക്യാൻ യു ഗിവ് മീ 100 റുപ്പീസ്? എനിക്കൊരു 100 രൂപ തരുമോ അല്ലെങ്കിൽ തരാമോ? ക്യാൻ ആണ് അവിടെ യൂസ് ചെയ്യണല്ലേ നമ്മൾ ചോദിക്കുമ്പോൾ. ഞാൻ കാശ് എടുത്തിട്ടില്ല, ഞാൻ കാശ് എടുത്തിട്ടില്ല എന്നിങ്ങനെ പറയാം. ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. എങ്ങനെ പറയാം? ഞാൻ കാശ് എടുത്തിട്ടില്ല. എടുക്കുക ടേക്കാണ്. ഞാൻ ഐ ഡിഡിൻറ്റ് അല്ലേ. ഐ ഡിഡിൻറ്റ് ടേക്ക്, ഞാൻ എടുത്തിട്ടില്ല എന്ത്? ക്യാഷ്. ഐ ഡിഡിൻറ്റ് ടേക്ക്, ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല. ഇനി ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല എന്നാണെങ്കിലോ? ഐ ഡിഡിൻറ്റ് ടേക്ക് പേഴ്സ്. പേഴ്സ് അല്ലേ. ബാഗ് ആണെങ്കിൽ ബാഗ് എന്ന് പറയാം, ഫോൺ ആണെങ്കിൽ ഫോൺ എന്ന് പറയാം. ഐ ഡിഡിൻറ്റ് ടേക്ക് ഫോൺ അല്ലെങ്കിൽ ഐ ഡിഡിൻറ്റ് ടേക്ക് മൈ ഫോൺ, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടില്ല. ഐ ഡിഡിൻറ്റ് ടേക്ക് മൈ പേഴ്സ്, ഞാൻ എൻ്റെ പേഴ്സ് എടുത്തിട്ടില്ല. ഐ ഡിഡിൻറ്റ് ടേക്ക് ക്യാഷ്, ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വന്നതാണ്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വന്നതാണ് എന്ന് പറയുമ്പം അവിടെ പാസ്റ്റാണ് പറയുന്നത് അല്ലേ. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വന്നതാണ്. വന്നത് എന്ന് പറയുമ്പം വന്നു എന്നാണ്. ഐ കെയിം വിത്ത് മൈ ഫ്രണ്ട്. ഐ കെയിം വിത്ത് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വന്നതാണ് അല്ലെങ്കിൽ വന്നു. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യമാണ്. നെക്സ്റ്റ്, ആ കട ഇപ്പോൾ തുറക്കുമോ? ആ കട ഇപ്പോൾ തുറക്കുമോ, അതായത് ആ ഷോപ്പ് ഇപ്പോൾ തുറക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. വിൽ ദാറ്റ് ഷോപ്പ് ഓപ്പൺ? വിൽ ദാറ്റ് ഷോപ്പ് ഓപ്പൺ നൗ? വിൽ ദാറ്റ് ഷോപ്പ് ഓപ്പൺ നൗ? ആ കട ഇപ്പോൾ തുറക്കുമോ? നെക്സ്റ്റ്, ആ കട 10 മണിക്ക് തുറക്കും. ആ കട 10 മണിക്ക് തുറക്കും. ആ കട 10 മണിക്ക് തുറക്കും എന്നിങ്ങനെ പറയാം. ഇവിടെ
10 മണിക്ക് തുറക്കും എന്നുള്ളതൊരു പതിവ് കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ദാറ്റ് ഷോപ്പ് ഓപ്പൺസ് അറ്റ് 10 AM. ദാറ്റ് ഷോപ്പ് ഓപ്പൺസ് അല്ലേ, പതിവായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണല്ലോ. ആ കട 10 മണിക്ക് തുറക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വില്ലല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പതിവ് കാര്യം പറയുകയാണ്. ആ കട സ്ഥിരം 10 മണിക്കാണ് തുറക്കാറ്. സോ ദാറ്റ് ഷോപ്പ് ഓപ്പൺസ് അറ്റ് 10 AM. AM രാവിലെ 10 മണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് AM എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഷോപ്പ് ഓപ്പൺസ് അറ്റ് 10 AM. ആ കട 10 മണിക്ക് തുറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട 10 മണിക്കാണ് തുറക്കാറ്. അപ്പോൾ ആ കട 10 മണിക്ക് തുറക്കും എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ വരാനിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ വില്ല് യൂസ് ചെയ്തൂടെ എന്നുള്ളത്. ഇത് വരാനിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട 10 മണിക്ക് തുറക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ആ കട 10 മണിക്ക് തുറക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് അവിടെ ഓപ്പൺസ് എന്ന് വന്നിട്ടുള്ളത്. അതല്ലാതെ നാളത്തെയോ മറ്റന്നാളത്തെയോ ഒരു കാര്യം നമ്മളവിടെ പറയല്ല. ദിവസവും ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. കൊച്ചു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കുട്ടിക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഒരുപാട് പേർക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ ഉള്ള സെൻറ്റൻസുകൾ ഇന്നലെയും ഇനിയാന്നും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേര് അത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.